പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസ്ഥാന മാതാവ് നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. കർത്താവ്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ. പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനമില്ലേ, ദൈവജ്ഞാനം, മാതാവിന് സിസ്റ്റർ വിശ്വനൊക്കെ പറയത്തില്ലേ, ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ മനസ്സ് പ്രീലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിലെന്താണ് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് കുറേ നാൾ പ്രെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവരം കിട്ടും. അപ്പോൾ അതെന്താ പൗലോസ് പറയുന്നുണ്ടേ,
ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നെന്ന്. അതാണ് ഞാൻ എന്താണ് 1 കൊരിന്ത്യർ 2:16. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ അനുഭവജ്ഞാനമല്ല. ഇപ്പം ചില അനുഭവം ഉണ്ടാക്കുന്നു. പ്രായോഗികമായി ജ്ഞാനത്തിൽ കുറേ പരിചയം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം അതല്ല, അത് ഭൗതികമായി. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു, ദൈവത്തോട് യോജിക്കുന്നവൻ ആത്മാവിനോട് യോജിക്കുന്നു. അപ്പം നമ്മൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് കഴിയുമ്പോൾ ഒരു ആധ്യാത്മിക വ്യാപാരമാണത്. ആ വ്യാപാരത്തിലൂടെ ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് ആത്മാവുമായിട്ട് നമ്മൾ യോജിക്കുന്നു. 1 കൊരിന്ത്യർ 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ. അപ്പൊ അത് സാധ്യമാണത്. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. കാര്യം എന്താ വെച്ചാൽ ദൈവം ആത്മാവായത് കൊണ്ടാണ്. അപ്പം അതിനകത്ത് വിഷയത്തിൽ അപ്പം നിങ്ങൾക്ക് അത് ഏകാത്മാവായി തീരണമെങ്കിൽ ഓക്സിജൻ വലിച്ചു വിടണമെന്ന് ചോദിക്കും. ചില ആൾക്കാർ യോഗ എടുത്തിട്ട് വലിച്ചു കയറ്റിയിട്ട് കർത്താവ് അകത്ത് കയറിയിരിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് പുറത്ത് പോകണം, പിന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്ത്. അതേ അഭ്യാസം. അങ്ങനെ എന്തുമാത്രം തലമുറകളെ പറ്റിക്കപ്പെട്ട് ശരിക്കും. അതല്ല സംഭവം. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണ്. ഓക്കെ. ഇനി ഈ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്നിട്ട് മധ്യസ്ഥം വഹിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. റോമ 8:27 ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഇനി രസം എന്ന് വെച്ചാൽ ഇങ്ങനെ ദൈവഹിതം അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നയിക്കപ്പെടുന്നില്ലേ, അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്. 8:14 റോമ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിന്റെ പുത്രന്മാരാണ്, മക്കളാണ്. അപ്പൊ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നേരത്തെ നമ്മൾ കണ്ട് ദൈവഹിതം അനുസരിച്ചാണ് ദൈവത്തിന്റെ ഇംഗിതം മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇംഗിതം അനുസരിച്ച് ദൈവത്തിന്റെ ഹിതം എവിടുന്ന് കിട്ടും? നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും, പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും, പിന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് കിട്ടും, സുപ്പീരിയേഴ്സിൻ്റെ വഴിനടത്തലിൽ നിന്ന് കിട്ടും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവഹിതം നമുക്ക് കിട്ടും. അപ്പം അത് വഴി തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ആധ്യാത്മികത ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകണം. അത്രേ ഉള്ളൂ. പരമാവധി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബയോ വേസ്റ്റ് വായിക്കുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ ബയോ വേസ്റ്റ് മനുഷ്യനുണ്ടാക്കുന്ന വേസ്റ്റുകൾ, ചോറ്, അതേപോലെയുള്ള എല്ലാ സംഭവങ്ങളും, അതായത് അലിഞ്ഞു പോകുന്ന മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ബയോ വേസ്റ്റുകൾ. ഈ ബയോ വേസ്റ്റുകളെ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ബയോ വേസ്റ്റുകളുണ്ടാകും. പ്രാർത്ഥന ഏറ്റവും വലിയ, അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയാണ് പ്രാർത്ഥന ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ ബയോ വേസ്റ്റുകളെ കുറക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാർ ഒരു സമയത്ത് കട തുടങ്ങി. എനിക്കൊരു മനുഷ്യനറിയാം,
ആ മനുഷ്യൻ ആദ്യം കട തുടങ്ങി, പീഡിയക്കട. അത് 5-6 കൊല്ലം നാട്ടുകാർ അതിനൊക്കെ നാട്ടിൻപുറത്തൊക്കെ അറിയാടിയാണ്. അത് നാട്ടുകാർ കൊണ്ടുപോയി പറ്റു പുസ്തകം ബാക്കിയും കട അടക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇത് തുടങ്ങി. അതാണ് പീഡിയക്കട, ചായക്കടയാക്കി. അത് 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് കുറേ നാട്ടുകാർ കൊണ്ടുപോയി. പുള്ളി കടത്തിലായി. പിന്നെ പുള്ളി കൃഷി ചെയ്ത്, പിന്നെ പുള്ളി പന്നി വളർത്തൽ ചെയ്ത്, ഇങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്ത് ഇതിനകത്ത് എല്ലാം അവസാനം ഒരു ബയോവേസ്റ്റ് കൊടുക്കും. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കടക്കാരാകുകയും കട തന്നെ കിടക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു വിഷം വരുമ്പോൾ നമ്മളെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും നോൺ ക്രിസ്ത്യൻസിൻ്റെ രീതിയിലാണ് നമ്മൾ വിഷയങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന ഒരു വിഷയമുണ്ടല്ലോ, അതെന്ന് പറയണത് നമ്മൾ ഇപ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നീ ഉപദേശിക്കുന്നില്ലേ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഇതെല്ലാം ഒരുമിച്ച് വായിക്കേണ്ട സംഭവമാണ്. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ഉപദേശിക്കാന്ന് കർത്താവ് പറഞ്ഞപ്പോ നമ്മളെന്താ പറയണത്, എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട, എന്റെ ഉപദേശം നീ കേട്ടാ മതി എന്നാണ് പ്രാർത്ഥനയിൽ പറയണത്. നമ്മള് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ കാര്യം ദൈവത്തിന് വെക്കത്തില്ലേ? കാര്യം ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം, എൻ്റെ മക്കളെ ഇവിടെ പഠിപ്പിക്കണം, നീ എന്ത് ചെയ്ത് ജീവിതം പോറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളെന്താ പറയണത്, എനിക്ക് വലിയ ഉപദേശം കേൾക്കണ്ട, എൻ്റെ ആൻറ്റിയുടെ മോളെ കാനഡയിൽ പോയി, എനിക്ക് അവിടെ പോയാൽ മതി എന്നാ പറയണത്. അപ്പം എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാ പറയണത്. ഇത് അങ്ങനെ ഒരു ജഡിക ലോകം ഉണ്ട്. ശരിക്കും ഇവർ ബയോവേസ്റ്റ് ഉണ്ടാക്കും. അവർ കുറച്ച് കഴിഞ്ഞാൽ നിലയം പിടിച്ച് വരും, കാനഡ അവർ ഏജൻറ്റ് 4 ലക്ഷം പറ്റിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ചെന്ന് പറഞ്ഞു, അയ്യോ ആ വിസ പുതുക്കി കിട്ടണില്ലെന്ന് പറയും. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വിസ പുതുക്കത്തില്ല, നാട്ടിൽ വന്ന് പെട്ടിക്കിട തുടങ്ങേണ്ടി വരും. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ആദ്യമേ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിനെ നമ്മളിങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തോട് പറയണതേ. മറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പ്രെയർ ചെയ്ത് പോകുമ്പോൾ നീ നടക്കേണ്ട വഴി, ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടാൽ മതിയാവും, ഓരോ മനുഷ്യനെ ദൈവം എങ്ങനെ എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണമെന്നുള്ളത്, എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഞാൻ കേട്ടതേ, ഇവരാണ് എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവർ 3 ഏജന്റുമാർക്ക് പൈസ കൊടുത്ത് 1 കൊല്ലം കാത്തിരുന്ന് വേസ്റ്റായി. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയുന്നത്. ആത്മീയമായ ഭാഷ ബയോവേസ്റ്റ്. അതാണ് കാശ് പോയില്ലേ, ആ ദിവസം മുഴുവൻ, ആ ഒരു വർഷം മുഴുവൻ പോയി. അത് ബയോവേസ്റ്റ്. അപ്പോൾ ഇവരെന്നാ ഇവർ ഉടമ്പടി എടുത്ത ആൾ തന്നെയാണ്. പക്ഷെ ഇവർ പറയണത്, ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായി, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ വേറെ എന്തെല്ലാം കണ്ടന്റുകൾ ഞാൻ കണ്ട് സമയം കളയണം. അപ്പോൾ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോഴെനിക്ക് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, കർത്താവ് എനിക്ക് ഏജൻസികൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാറ്റിയിട്ട് ഡയറക്റ്റ് എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യമുള്ള ഹോസ്പിറ്റലുമായിട്ട് എന്നെ കണക്ട് ചെയ്തത്. അപ്പോൾ അതാണ് സംഭവം. 1 കൊല്ലം വേസ്റ്റ് ചെയ്തതാണ്. അതാണ് ബയോവേസ്റ്റ് എന്ന് പറഞ്ഞത്. 1 കൊല്ലം വേസ്റ്റായി. കർത്താവ് എന്നിട്ട് അവൾ അപ്പം തന്നെ അവളെ പാക്ക് ചെയ്ത്. അത് സത്യസന്ധമായ, അവൾ ഉടമ്പടി എടുക്കാഞ്ഞിട്ടല്ല, ഉടമ്പടി ഉഴപ്പ് ജീവിച്ചിട്ടാണ് ആ 1 കൊല്ലം അങ്ങനെ പോയത്. ഉടമ്പടി എടുക്കുന്നതിലല്ല, ഉഴപ്പാതിരിക്കുന്നതിലാണ് അതിൻ്റെ ബലമിരിക്കണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്കുള്ള ഓഫറാണത്. എന്താണ്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം, പിന്നെ എന്താണ്, നടക്കേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാം, വരാനിരിക്കുന്ന കാര്യം നിനക്ക് പറഞ്ഞുതരാം, അതൊക്കെ എല്ലാം പറഞ്ഞ് ഇപ്പം ദൈവത്തിന് ഈ ഓഫർ, നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വരെ ഓഫർ നോക്കും. നമുക്ക് അടുത്ത ദിവസം കാണാം.
യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച എന്ന് പറഞ്ഞ യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അതായത് കാനായിലെ അത്ഭുതം നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത് അറിയാവോ? എവിടുന്നാണ് തുടങ്ങിയത്? കഷ്ടകാലത്ത് ദൈവം മനുഷ്യൻ്റെ ഉടമ്പടി ഓർക്കുന്നു. പഴയ ഉടമ്പടി ഓർത്തുകൊണ്ട് പുതിയ ഉടമ്പടി അവനുമായിട്ട് പുതുക്കിക്കൊണ്ട് മോശത്തിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. ആ മഹത്വമാണ് ഏകജാതയിൽ ലഭിക്കുന്നത്. ആ ഏകജാതൻ്റെ മഹത്വത്തെ മനുഷ്യൻ്റെ നന്മയ്ക്കും കണ്ണീരിന് പരിഹാരമായിട്ട് ഒരു കുടുംബത്തിന് അപമാനം സംഭവിക്കാൻ പോകുന്ന വീഞ്ഞില്ലാത്ത കാനായിലെ കല്യാണ അവസരത്തിൽ അവിടെ കണ്ണുനീർ തുടക്കാൻ വേണ്ടി ഈ ഏകജാതത്തിൻ്റെ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയായിട്ടാണ് മറിയം അവിടെ മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം മറിയം ആരാണ്? മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാണ്. കൈയടിച്ച് കർത്താവിന്റെ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ഉടമ്പടിയുടെ അമ്മ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയ്ക്കാണ് നിങ്ങളെ അമ്മയെ മാധ്യസ്ഥമായിക്കൊണ്ട് ഉടമ്പടി ചെയ്യുന്നത്. ഉടമ്പടി ലക്ഷ്യം എന്താണ്? മഹത്വമാണ്. ദൈവം മഹത്വപ്പെടണം നിങ്ങൾ വഴി. അതിന് അമ്മ ഒരു മാധ്യസ്ഥയാകുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് മഹത്വത്തിൻ്റെ പദ്ധതിയാണ്. മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുമ്പോൾ മറിയൻ ഉടമ്പടി ഒരു മാധ്യസ്ഥ പദ്ധതിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ദൈവമഹത്വത്തിന്റെ മാധ്യസ്ഥ പദ്ധതിയായി ഉടമ്പടി നൽകിയതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് അങ്ങ് ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കുന്ന ദൈവമേ, സീനായി മലമുകളിലെ പിതാവിന്റെ മഹത്വമേ, താബോർ മലയിലെ ഏകജാതിന്റെ മഹത്വമേ, കല്യാണ വിരുന്നിലെ മഹത്വത്തിന്റെ മാധ്യസ്ഥയായ മറിയമേ, ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. അടയാളങ്ങൾ നൽകി മഹത്വപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുന്നതിനായി മഹത്വത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ്റെ മനുഷ്യപ്പകർച്ച മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ ദൈവിക ആനുകൂല്യമാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർത്തു പോയിട്ടുണ്ടേ, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ കിടക്കുന്ന ഈ ബൾബില്ലേ, ഇതൊക്കെ ഈ ബൾബൊക്കെ ചില 40 വോൾട്ടേ ഉള്ളൂ, 40 വോൾട്ട്. ചിലത് 100 വോൾട്ട് ഉണ്ടാവും. ഇപ്പം 100 വോൾട്ടിൻ്റെ ബൾബ് കുറവാണ്. വോൾട്ട് ചെറിയതാണ്. നമുക്ക് വീടുകളിലൊക്കെ ഡൊമസ്റ്റിക് കണക്ഷനിലേക്ക് വരുന്ന 230 വോൾട്ടല്ലേ. ഈ മഹത്വത്തിൻ്റെ വോൾട്ടിനെ കുറിച്ച് ഞാൻ ചില സമയം ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 24:17 വായിച്ചെന്താണ്? അത് മഹത്വത്തിൻ്റെ മലയിൽ മഹത്വത്തിന് തീ ചുരിക്കുന്നില്ലേ? ഈ സ്വർഗീയ മഹത്വത്തിൻ്റെ തീയാണ് നമ്മൾ യോഹന്നാൻ 1:14 ഏകജാതിൻ്റെ മഹത്വമായി നമുക്ക് ടാൻജിബിളായി മാറുന്നത്, സ്പർശ്യമായി മാറുന്നത്. ഈ മഹത്വം തന്നെയാണ് പിന്നീട് കാനായിലെ കല്യാണത്തിന് മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ജലവിധാനത്തിൽ തെളിയണതും ഈ മഹത്വം തന്നെയാണ്. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ഡൗൺ ദൈവം എന്താ ചെയ്തതെന്നൊക്കെ വലിയ പിടിയുണ്ടോ? നമുക്ക് ഒരു ജന്മം നിന്ന് കരഞ്ഞു പോകും ദൈവം ചെയ്തത്. കാരണം മോസസ് എന്താ ചെയ്തത്? മോസസ് ജനങ്ങളോട് പറഞ്ഞത്, ജനങ്ങൾ മോസസിനോട് പറയുന്നു, മൂടുപടം നിൻ്റെ മുഖത്തുനിന്ന് മാറ്റരുത്, ഞങ്ങൾ മരിച്ചു പോകും. ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടേ
Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി കർത്താവേ നന്ദി ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ യേശുവേ മഹത്വ കർത്താവേ ആരാധന ആരാധന. പുറപ്പാട് 20:19. പുറപ്പാട് 20:19. അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോഴും നേരെ പോലും നോക്കാൻ പറ്റാത്ത മോശസ് പോലും ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു മുഖത്തിൽ തൂവാലയിട്ടാണ് നോക്കണത്. ഈ അപ്രാപ്യമായ മഹത്വമാണ് നമ്മൾക്ക് സ്പർശ്യമായിട്ട് ഏകജാതനിലേക്ക് വചനം മാംസമായി ദൈവം നമുക്ക് സ്പർശ്യമായി തരണത്. അത് കാരുണ്യമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ഓഫ് അവർ മെരിറ്റ്. ദൈവത്തിൻ്റെ അപ്രാപ്യവും അചുംബനീയമായ മഹത്വത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി. മറിയം അത് നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് മഹത്തെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെക്കുന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് കേൾക്കില്ലേ? അതായത് ഇടുക്കിയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എന്ത് മാത്രമാണ്? കാരണം 870 മെഗാവാട്ടാണ്. 870 മെഗാവാട്ട്. ഞാൻ എവിടെയോ പണ്ട് വായിച്ച ഓർമ്മയാണ്. നമുക്ക് ഒരു കേരളത്തിന് ഡൊമസ്റ്റിക് വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു 5.7 കിലോ വാട്ട് മതി. 1000 കിലോ വാട്ടാണ് ഒരു മെഗാവാട്ടെന്ന് ഓർക്കണം. ഇതാണ് പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് നമ്മുടെ വീട്ടിൽ 230 വോൾട്ടായിട്ട് കൊണ്ടുവരണത്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പോൾ കേട്ട വചനമില്ലേ? പുറപ്പാട് 20:19. ജനങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സ്പർശിക്കാൻ പറ്റാതെ ഭയപ്പെട്ടിട്ട് മോസസിനോട് സംസാരിക്കാൻ പറയുകയാണ്. ഞങ്ങളോട് ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു വീഴുവന്നു. ഈ അപ്രാപ്യമായ മഹത്വത്തെയാണ് ഈശോ മനുഷ്യാവതാരത്തിലൂടെ യോഹന്നാൻ 1:14 ഏകജാതിൻ്റെ മഹത്വത്തിലേക്കും അതേസമയം തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17:1-2 വചനങ്ങളിലൂടെ മറുരൂപമലയുടെ മഹത്വത്തിലേക്കും 2 പത്രോസിൻ്റെ 1:18 മറുരൂപമലയിലെ മഹത്വത്തിലേക്ക് റെഡ്യൂസ് ചെയ്യണത് പ്രാപ്യമായി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് ചെറുതാക്കി വോൾട്ടേജ് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുവനെ കണ്ടില്ലേ? ഈ ഏകജാതിൻ്റെ ശക്തിയും പത്രോസ് പോലും കണ്ടിട്ട് ഭയപ്പെട്ടു പോയതാണ്. എന്നിട്ട് വെളിവ് പോയി പത്രോസിൻ്റെ. നമ്മളിവിടെ ആയിരിക്കണത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് നിലവിട്ട് സംസാരിക്കുന്ന പത്രോസ് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ആ മഹത്വവും മനുഷ്യൻ കണ്ടാൽ പോലും നിലവിട്ട് പോകുന്ന ആ മഹത്വത്തെ മറിയം ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടി ഒരു കല്യാണ വീട്ടിലെ കുടുംബത്തിൽ വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ഈ ഏകജാതിൻ്റെ മഹത്വത്തെ ഒരു കുടുംബത്തിന് വേണ്ടി മറിയം കൺവേർട്ട് ചെയ്യുന്ന കാണാം. മറിയത്തിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർ വെച്ചിട്ട് പവർ കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് വചനം മഹത്വത്തിൻ്റെ അടയാളം എന്ന് വിളിക്കുന്നത്. മറിയമാണ് മഹത്വത്തിൻ്റെ മധ്യസ്ഥ. യോഹന്നാൻ 1:2-11 ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അടയാളങ്ങളുടെ ആരംഭം കുറിച്ചത് ആരാണ്? അമ്മയാണ്. ഇന്ന് കൃപാസനത്തിൽ നിങ്ങളെ തോരാത്ത സാക്ഷ്യങ്ങളല്ലേ? ഇപ്പം നമ്മൾ സകല സമയ സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞ ചാനലിൽ ആരംഭിക്കുക. സകല സമയം 24 മണിക്കൂറും ലൈവായിട്ട് സാക്ഷ്യം കേൾക്കാം. കാര്യം അത്ര കണ്ട് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഏതാണ്ട് 8,000-ഓളമാണ് അപ്പ് ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നത്. 8,000-ഓളം സാക്ഷ്യങ്ങൾ. 8,000 സാക്ഷ്യങ്ങളും അപ്പോൾ പറക്കുന്ന സങ്കടമാണ്. ഞങ്ങൾ വന്ന് സാക്ഷ്യം പറഞ്ഞു, എന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ സാക്ഷി ഇട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. പക്ഷേ അതല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. യേശു പ്രവർത്തിച്ച, അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ സംഭവിച്ചത്. അതിങ്ങനെ പിന്നീട് അത് ആരംഭം മാത്രമാണ്. അറ്റവും അറുതിയും ഇല്ലാതെ ഇങ്ങനെ നീളുന്ന സാക്ഷ്യമാണ്. നമുക്ക് എല്ലാ ദിവസവും ഇനി ലൈവായിട്ട് സാക്ഷ്യം ഉണ്ടാവും. രാവിലെ 6 മണി തൊട്ട് രാത്രി വൈകുന്നേരം 6 മണി വരെ, വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ നിരന്തരം സാക്ഷ്യം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ട്
അഭിഷേകം പ്രാപിച്ച് ഉടമ്പടി ശക്തി പ്രാപിച്ച് ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഷെയർ ചെയ്യണം. അനേക മക്കളിലേക്ക് വിശ്വാസത്തിൽ നിലനിർത്താനും പ്രതിസന്ധികളെ അതിജീവിക്കാനും കഷ്ടപ്പാടിൻ്റെ കാലത്ത് കണ്ണീരിൻ്റെ സമാധാനവുമായി ഉടമ്പടിയുമായി വരുന്ന ദൈവത്തിൻ്റെ മഹത്വം മറ്റു ജനങ്ങളുടെ കൈമാറാൻ എന്നെ സുഖത്തിൻ്റെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. എത്രയോ ആയിരങ്ങൾ ആശ്വാസം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളെ ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ എന്നെ വിശുദ്ധമായി മണ്ണിൽ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അപ്പോൾ ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ദൈവത്തിന് 2 ദിവസം മതി നിങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെ മേലും തീരുമാനമെടുക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചിറക്കാൻ ചിലപ്പോൾ 200 ദിവസം വേണ്ടി വരും. അതാണൊരു പ്രശ്നം. ആ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നിങ്ങൾ രോഗമുള്ളിടത്തെല്ലാം കൈവച്ച്, നിങ്ങൾക്ക് തന്നെ രോഗം ഉണ്ടാവണം നിർബന്ധമില്ല. അവിടുന്ന് തൻ്റെ തലമുറകൾ തോറും തൻ്റെ ഭക്തരുടെ കാരുണ്യം തലമുറകൾ തോറും നൽകുന്ന. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും കൂടെ പിറപ്പുകൾക്കൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശ്രദ്ധിക്കുക. രോഗമുള്ളത് ഇവിടെ അച്ഛൻ രോഗികളെ ഞാനിങ്ങനെ ജനറലായിട്ടാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ എൻ്റെ മക്കൾ 1, 2, 3 രോഗമൊക്കെ ഉണ്ടെങ്കിൽ കൈകൾ മാറ്റി, ശരീരത്തിൽ കൈകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അതറിയാത്തവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഓരോ മക്കളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈനായിട്ടും കർത്താവെ കൃപാസനത്തിലും പ്രാർത്ഥിക്കുമ്പോൾ അവർ ശരീരത്തിൻ്റെ വിവിധമായ സ്ഥലങ്ങളിൽ കൈകളെ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രോഗമുള്ളിടത്തെല്ലാം പിസ്തിയോട് രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. അതുപോലെ തന്നെ പിസ്തുല രോഗങ്ങളെ സ്പർശിക്കണേ കർത്താവെ. ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കരട് രോഗങ്ങളെ സ്പർശിക്കണേ കർത്താവെ. കിഡ്നി രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. സ്പോണ്ടിലോസിസ് രോഗികളെ സ്പർശിക്കണേ കർത്താവെ. മെനിഞ്ചൈറ്റിസിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ. കണ്ണ് കാഴ്ചയില്ലാത്തവർ, മൂക്കിന് അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെ, അതിന് ഓപ്പറേഷൻ ചെയ്യുന്നവരെ സ്പർശിക്കണേ കർത്താവെ. അങ്ങനെ ഓരോ മക്കളും കൈ പൊക്കാൻ പാടില്ലാത്ത, നീതി കെട്ടുന്നവരെ, നീർക്കെട്ടിൻ്റെ രോഗമുള്ളവരെ, നീരിറക്കമുള്ളവരെ എല്ലാവരും സ്പർശിക്കണേ കർത്താവെ. ഈശോയെ ഓരോരോ ശ്വാസകോശ രോഗികളെ, വിധവ മക്കളില്ലാത്തവരെ, അതുപോലെ കിഡ്നി രോഗികളെ എല്ലാവരെയും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാരക രോഗങ്ങൾ, തീരാവേദികൾ, പറയാത്ത രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മക്കളെ, രോഗികളുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ജോലിയില്ലാത്തവരെ. ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതല്ലേ, ജോലിയില്ല. കോൺട്രാക്ടർമാർ വരെ വർക്ക് കിട്ടാതെ ഓരോ ലോബികളൊക്കെ വന്നിട്ട് സംസ്ഥാനത്തിന് വർക്ക് അടിച്ചു മാറ്റിയിട്ട് പഴയ കോൺട്രാക്ടർമാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ വഴിയാധാരമായി, ബാങ്കിൽ പലിശ കൂടി ജപ്തിയായി. എന്തുമാത്രം, അതായത് ഭരണകൂടം തന്നെ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിൽ ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് നമ്മൾ സമൂഹം അനുഭവിക്കുന്നത്. ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ജോലിയില്ലാത്തവരുടെ കൂടെ തന്നെ പരീക്ഷ എഴുതി നിൽക്കുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവർ, വിളിക്കപ്പെടാത്തവർ, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ, അവിടെ വയസ്സ് കവിയാൻ പോകുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കടകൾ പൂട്ടിപ്പോയവരെ, കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും വാടക കിട്ടാത്തവരെ, കട ഒഴിയാത്തവരെ, കേസായിപ്പോയവർ, സ്ഥലങ്ങൾ കേസിലായിപ്പോയവർ, വിൽക്കാൻ പറ്റണില്ല, കേസ് തീരണിയില്ല, അങ്ങനെ അകപ്പെട്ടു പോയവർ, വിവാഹം ഒത്തുവരാത്തൊരു വിവാഹം നടക്കാത്തൊരു നടന്ന വിവാഹത്തിലെ കുരുക്കിൽ വീണ് പോയവരെ എല്ലാവരും കണ്ണീരോടെ ആൽത്താറയിൽ അമ്മയോട് ചേർന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളുടെ കണ്ണുനീരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ മക്കളുടെ കണ്ണുനീരും ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മ മധ്യസ്ഥ വഹിക്കണമേ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അമ്മ മധ്യസ്ഥയാകണമേ. ദൈവ മഹത്വത്തിന്റെ മധ്യസ്ഥയെ കർത്താവേ, എല്ലാ മക്കൾക്ക് അടയാളം ലഭിച്ചുകൊണ്ട് സാക്ഷ്യമായിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മ അടയാളമാകണമേ. അമ്മ മഹത്വത്തിന് മധ്യസ്ഥയാകണമേ. ശ്രദ്ധിക്കട്ടെ. ഗിഫ്റ്റ് നടപടിയിൽ ഇരിക്കുന്ന മക്കളെ, ഒരു പൊമിഴിയും കാണാതിരിക്കുന്ന മക്കളെ, പണം കൊടുത്തിട്ട് പണം കുടുങ്ങിപ്പോയവരെ, അന്യൻ്റെ കൈകളിൽ അകപ്പെട്ടിരിക്കണം അന്യാധീനപ്പെട്ടു പോയ പണം, അവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, എന്ത് മാർഗമെന്നറിയാതെ അന്താളിച്ച് ജീവിക്കുന്നവരെ, വിദേശ രാജ്യങ്ങളിൽ ജയിലിലായിപ്പോയവരെ, പല കേസുകളിലും കള്ളക്കേസ് അകപ്പെട്ട് ജീവിതം കുരുങ്ങിപ്പോയവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, എത്ര മരുന്ന് കഴിച്ചിട്ടും ചികിത്സയ്ക്ക് ശരീരത്തിനേക്കാത്തവരെ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവമേ, നീ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെട്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഭവനരഹിതര്, വഴിയില്ലാത്തവര്, വഴി തടസ്സമുള്ളവര്, വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവര്, വിദേശത്ത് പോയിട്ട് വേണ്ടത്ര ജോലി കിട്ടാതെ മിസ്സായി പോയിട്ട് ഡേറ്റ് തീരാൻ പോകുന്നവർ, അവിടെയുള്ള ചെലവിന് മാത്രം ജോലി ഉണ്ടാകുകയും കടം പരിഹരിക്കാൻ പറ്റാതെ ചെറിയ ജോലിയിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവർ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇനി എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. മൗനമായി മുട്ടയനിക്കുക. സമാപന ആശീർവാദം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആ വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിലൂടെ വെളിപ്പെട്ടതുപോലെ അവിടുത്തെ മഹത്വത്തിൻ്റെ വലിയ ഉപകരണമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ. Thank you Jesus.